ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നു കേട്ടോ. രാവിലെ തന്നെ ചേട്ടനും അനിയനും കൂടി മടിയൊന്നും ഇല്ലാതെ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് 9 മണിയൊക്കെ ആകുമ്പോൾ എത്തണം. എവിടെ? സ്കൂട്ടിയിലാട്ടോ, അതുകൊണ്ട് പോണേ. നമ്മളൊരു 8:50 ആയപ്പോഴേന് കണിയാരൻ GTI സ്കൂളിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നവിടെ നഴ്സറി കലോത്സവം നടക്കാം കേട്ടോ. അപ്പോൾ കിച്ചുമോൻ മത്സരിക്കുന്നുണ്ട്, പരിപാടിക്കുണ്ട്. ഞങ്ങൾ എത്തിയപ്പോഴേനും ടീച്ചേഴ്സ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പാർട്ടിസിപ്പേഷൻ കാർഡൊക്കെ കിച്ചുമോൻ മേടിച്ചിട്ടുണ്ട്. ഡ്രോയിങ്ങിനും പെയിൻറ്റിങ്ങിനും കേട്ടോ ചേർന്നിട്ടുള്ളത്. ഇത് കിച്ചുമോൻ്റെ ടീച്ചേഴ്സാണ്. കിച്ചുമോൻ്റെ ഹണി മിസ് വന്നേ പിന്നെ കിച്ചൂട്ടൻ ടീച്ചറിൻ്റെ അടുത്തുനിന്ന് മാറുന്നില്ല കേട്ടോ. അവൻ ടീച്ചറിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പരിപാടി നടക്കുന്ന സ്റ്റേജിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ ഇന്നിപ്പോൾ ഉദ്ഘാടനമാണ് നടന്നുകൊണ്ടിരിക്കണേ. ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ പാട് നടന്നത് കിച്ചുമോൻ്റെയൊക്കെ മത്സരമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ആയിരുന്നേ. എന്നോട് ടാറ്റയൊക്കെ പറഞ്ഞ് ടീച്ചറുടെ കൈയും പിടിച്ച് ടീച്ചർ ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. പുറത്തൊക്കെ ഉണ്ട് എന്നൊക്കെ ടീച്ചർ പറഞ്ഞു കൊടുക്കുക കേട്ടോ. ടെൻഷനൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കശീനെ അവിടെ കൂളായി ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എല്ലാവരും ഒന്ന് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ടീച്ചർ ഓടിപ്പോയി എന്തൊക്കെയോ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വരയ്ക്കാനുള്ള ടൈം തുടങ്ങി കേട്ടോ. ഏകദേശം 20 മിനിറ്റാണ് പിള്ളേർക്ക് ചിത്രം വരച്ച് അവർക്ക് ഇഷ്ടമുള്ള ചിത്രം വരച്ചിട്ട് അവർക്ക് കളർ ചെയ്യാവേ. കുറച്ച് നേരം ഇരുന്നും കുറച്ച് നേരം നിന്നും കുറച്ച് നേരം കിടന്നൊക്കെ ആട്ടോ. ഇടയ്ക്ക് ഞാൻ പോയോന്നൊക്കെ എത്തി വലിഞ്ഞ് നോക്കുന്നൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവർ ടൈം പറയുന്നുണ്ട്. അപ്പോൾ സമയം തീരാനായപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ കശി ഇച്ചിരി സ്പീഡപ്പൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ ഇടയിൽ അവിടെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കശി ഭയങ്കര ഡാൻസിലാണ്. എൻ്റെ വരച്ച ചിത്രമൊക്കെ എന്നെ കാണിച്ചു കേട്ടോ. തൊട്ടടുത്തതും അവൻ്റെ മത്സരം തന്നെയാണ്. അതുകൊണ്ട് മിസ് പോയി അതിൻ്റെ ഇടയ്ക്ക് അവന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. കിച്ചുമോൻ ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. വീട്ടിൽ പിന്നെ എപ്പോഴും കളറും ചെയ്യലും ചിത്രം വരയ്ക്കലൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് അവൻ്റെ ഒരു ആഗ്രഹപ്രകാരം കൊണ്ടുവിട്ടതാണ്. പിന്നെ ഓരോരോ ഇതൊക്കെ ആയിരിക്കില്ലേ ചിലപ്പോൾ ഓരോരോ തുടക്കങ്ങൾ. എൻ്റെ ഇടയിൽ വരച്ച ചിത്രമൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അത്ര എനിക്ക് ക്ലിയർ ആയില്ല, എന്നാലും കാണിച്ചൊക്കെ തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവൻ്റെ 2 മത്സരം കൂടി ഒരു 12 മണി 11:30 ആയപ്പോൾ കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടീച്ചറോടൊക്കെ ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് നേരെ മൈസൂർ റോഡിലോട്ടാണ് വന്നത്. അവിടെ നിന്ന് രാവിലെ വന്നതാട്ടോ. 8 മണിയൊക്കെ ആയപ്പം 8:30 ആയപ്പം എന്നിട്ട് അവർക്ക് ഇച്ചിരി ചായയൊക്കെ മേടിച്ച് കൊടുത്ത് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയേ. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ പോയത് ഡേമാർട്ടിലോട്ടാട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മേടിച്ച് തിരിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ. ടേക്ക് കെയർ.